അസ്സലാമു അലൈക്കും. മോന്തൊന്നും വല്ലാതെ ശരിയായിട്ടൊന്നുമില്ല. അത് പനിയും ജലദോഷമൊക്കെ പാടെ പിടിച്ചിട്ട് ഉപ്പില്ലാതെ മത്തം വെച്ച മാതിരി തന്നെയാണ്. അതവിടെ ഇരിക്കട്ടെ. എന്നാലും എനിക്കൊരു കാര്യം പറയാതെ വയ്യ. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോസിന് ഒരു കമൻറ്റ് കണ്ടു. കമൻറ്റ് എന്ന് വെച്ചാൽ അങ്ങനത്തെവരൊക്കെ തന്നെയാണ് നമുക്ക് ഈ കണ്ടൻറ്റ് ഉണ്ടാക്കി തരുന്നത്. എൻ്റെ ഒരു തുണക്കാരത്തി, അത് ഇവിടെയൊന്നും ഉള്ളതല്ല, എവിടെയോ കാസർഗോഡ് ഒരു മൂലയിൽ കിടക്കുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി. എനിക്ക് അവർ സിയാർത്ത് ടൂർ പോയിരുന്നു. അങ്ങനെ എനിക്ക് എവിടെയോ ചെന്നൊരു മക്കബറുടെ ചെറിയ ഒരു 2-3 മിനിറ്റുള്ള ഒരു വീഡിയോ ഒരു മക്കബറുടെ എടുത്തിട്ട് വന്നു. ഞാനതെടുത്ത് എൻ്റെ ചാനലിൽ ഇട്ടിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് ഏതോ ഒരു ചൊറിയ പൊട്ടിയ കുരിപ്പ് വന്നിട്ട് അതിൽ പറയുന്നുണ്ട്, ഇത് കണ്ടോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് കാട്ടിത്തരുന്ന സാധനം കണ്ടോ, ഇതിനെ കിട്ടിയ ചപ്പക്കുറ്റിക്ക് കൊടുക്കണമെന്ന്. ഞാൻ എൻ്റെ തലയില കൊടുന്നിട്ട് ഞാൻ എൻ്റെ ചാനലിലല്ലേ ഇട്ടിക്കണ്, എന്നോട് ഞാൻ അത് കാണാൻ പറഞ്ഞോ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് കമൻ്റ് ഇടാൻ പറഞ്ഞോ? എന്നെപ്പോലെ, എൻ്റെ കൂട്ടുകാരികളെ പോലെ, എന്നെപ്പോലുള്ള ആൾക്കാർ മക്ബറയിലും അതേമാതിരി തന്നെ അതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ അമ്പ്യാവുലിയക്കന്മാരിലും വിശ്വാസമുള്ളവർ പോയിക്കോട്ടെ, ചെയ്തോട്ടെ, ദുആ ചെയ്തോട്ടെ. അവിടെ ചെന്നിട്ടും ഞങ്ങൾ നിന്ന് പറയുന്നത് തന്നെയാണ്. ഞാൻ എന്താണ് ആ തമ്പയിലിട്ടിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ അതിലിട്ടിരിക്കുന്നത്. അല്ലാതെ മോശമായൊരു തെറിയൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു മക്ബറയും ഞാൻ അവിടെ കാട്ടിയിട്ട് നിൻ്റെ മൊത്തത്തിൽ കൊടുന്ന് അവിടെ ഇടുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അണക്കത് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട ആൾക്കാർ കുറേ ഉണ്ട്. മക്ബറയെ വിശ്വസിക്കുന്നവർ കുറേ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ നിന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ ആ തമ്പയിലിട്ടത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ കൈ നീട്ടിയിട്ട് ഞങ്ങൾ പറയണം, അള്ളാഹുവിൻ്റെ മുത്ത് റസൂലിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് തരണേ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ റബ്ബേ എന്നാണ്. അപ്പോൾ നീ ഇതിനടുത്തത് ഈ വീഡിയോക്ക് അടുത്തൊരു കമൻ്റ് ഇടും, നിനക്ക് നിൻ്റെ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ പോരെ, നീ എന്തിനാ മക്ബറ ഇട്ടിട്ടിടുന്നത്, അല്ലെങ്കിൽ മക്ബറയിൽ പോയിട്ട് നീ എന്തിനാ ദുആ ചെയ്യണമെന്നോ? അത് ഞങ്ങളുടെ സൗകര്യം. ഞങ്ങൾക്ക് ചിലപ്പോൾ മക്ബറയിൽ പോയി നിന്നിട്ട് അള്ളാഹിനെയും റസൂലിനെയും വിളിക്കാൻ തോന്നിയാൽ ഞങ്ങൾ അങ്ങനെ വിളിക്കും. അതല്ല പള്ളിയുടെ മുറ്റത്ത് ചെന്ന് നിന്നിട്ടാണ് അള്ളാഹിനെയും റസൂലിനെയും വിളിക്കാൻ തോന്നിയാൽ അങ്ങനെ ചെയ്യും. അതല്ല നടു റോട്ടിൽ നിന്നിട്ടാണ് അള്ളാഹിനെയും റസൂലിനെയും വിളിക്കാൻ തോന്നുന്നത് ചെയ്യും, അങ്ങനെയും ചെയ്യും. വല്ല വണ്ടിയും വന്ന് കട്ട വയ്ക്കാതിരുന്നാൽ മതി, അങ്ങനെയും ചെയ്യും. അതല്ലേ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോരുത്തർക്കും ഓരോരോ സ്വതന്ത്രയല്ലേ? അനക്കത് കാണുമ്പോൾ ചൊറി പൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല. മക്ബറ കാണുമ്പോഴത്തേന് ഇജ്ജ് മാന്തണ്ട. ഇജ്ജ് മാന്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇജ്ജ് അത് ഐറ്റാണ് എന്നുള്ളത്. മാന്തണ്ട, അണക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടില്ല. ഇജ്ജ് കാണും വേണ്ട, കമൻ്റ് ഇടും വേണ്ട. അതിൻ്റെ അടിയിൽ കണ്ട ഇട്ട കമൻറ്റിൻ്റെ അടിയിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ദുആ ചെയ്തും കൊണ്ടിട്ടിരിക്കണു. അവർക്ക് വേണ്ടിയിട്ടതാണ്, എനിക്ക് വേണ്ടി, അതേപോലെ എന്നെപ്പോലെ മക്ബറയിൽ വിശ്വാസമുള്ളവർക്ക് വേണ്ടി കേട്ടോ. എവിടെയെങ്കിലും ഒന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനെയും ആക്ഷേപിക്കുന്ന പരിപാടി നല്ലതല്ല. അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാർ മക്ബറയിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് ദോഷമൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങളെ വീട്ടിൻ്റെ അകത്ത് ഇതേമാതിരി വല്ല ബുദ്ധിമുട്ടോ രോഗങ്ങളോ കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ ഞങ്ങളൊരു 101 ഉറുപ്പ്യ, അല്ലെങ്കിൽ പണ്ടൊക്കെ 1.25 ഉറുപ്പ്യായിരുന്നു. ഇപ്പോഴാണ് ഈ 101 ഉറുപ്പ്യൊക്കെ നീർച്ചയിടാൻ നടക്കുന്നത്. ആ നീർച്ച ഇന്നും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ രോഗം ഭേദമായി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ജനിച്ച് വീണ അന്ന് മുതൽ ഞങ്ങളെ കുടുംബത്തിൽ കൂടെ ഞങ്ങളെ വാപ്പി ഇമ്മി ഞങ്ങളെ കാരണന്മാർ ഞങ്ങളെ കുടുംബ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ വിശ്വാസം, അത് മരിക്കുന്നത് വരെ ഞങ്ങൾ കൊണ്ടു നടക്കും. അത് കണ്ടിട്ട് ആർക്കും ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതുപോലെ ഒന്ന് ലൈവിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റേ വീഡിയോ കൂടെ പറയാത്ത ആളാണ്. ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ വരുമ്പോൾ നല്ലതാണ്, എനിക്ക് പറയാലോ കുറച്ച് കാര്യങ്ങൾ. കാരണം ഞങ്ങൾ എങ്ങനത്തെവരാണെന്ന് ഈ കമൻ്റ് ഇട്ടവർക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹിനെയും റസൂലിനെയും അമ്പിയാക്കന്മാരെയും ഒക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എന്നിട്ടാണ് നീ അംദാലി റസൂലിനെ വിശ്വസിച്ചിട്ടാണ് നീ യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞൊരു വർത്താനം പോലെ ഒരു വർത്താനം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ?
എൻ്റെ 1700 വീഡിയോ ഉണ്ട്. അതിലെവിടെയെങ്കിലും ഒരു വീഡിയോയിൽ ഒരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നീ കണ്ടെത്തി തന്നാൽ നീ പറയുന്നത് ഞാൻ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.